ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ ഒരു സമ്മർ ഹെയർ കെയർ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതിൽ ഞാൻ എൻ്റെ ഓരോന്നായിട്ട് കാണിക്കാം, ഹെയർ വാഷ് അതല്ലെങ്കിൽ ഹെയർ ഓയിലിംഗ് അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു താളിയുടെ വീഡിയോ ആണ് ഇട്ടിരുന്നത്. അത് അത്യാവശ്യം പേർക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് എനിക്ക് മെസ്സേജൊക്കെ അയച്ച് കിട്ടിയതിൽ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ കാണിച്ചേക്കാമെന്ന്. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ സമ്മർ ടൈമിൽ അധികം പച്ചമരുന്നൊന്നും ഉപയോഗിക്കാതെ വലിയ തലവേദനയൊന്നും ഉണ്ടാവാതെ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ്. എസ്പെഷ്യലി ഈ ഒരു ഹെയർ ഓയിൽ ഹെയർ തിന്നിങ് ഉള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടാകുന്ന സമയമില്ലേ, ഈ ചൂട് കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കും. ആ സംഭവങ്ങളൊന്നും വരത്തില്ല. ഞാൻ ഇത്ര ഉറപ്പ് പറഞ്ഞ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാളാണ്, സ്ട്രഗ്ലിങ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള 100% ഓർഗാനിക് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണിത്. സോ ഇത് മേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, വീഡിയോയിൽ ഞാൻ ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ മാത്രമേ അത് അതേ രീതി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് അത്യാവശ്യം കുറച്ച് പച്ചമരുന്ന് എടുത്തിട്ടുണ്ട്, അതായത് 1-2 ഐറ്റം തുളസിയിലയൊക്കെ. അതൊന്നും വലിയ മരുന്നുകളായിട്ടൊന്നും അല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നിനെ കുറിച്ചിട്ട് വലിയ അറിവില്ലാത്തവർക്ക് പോലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒത്തിരി ബ്ലാ പറഞ്ഞ് സംസാരിച്ച് സമയം കളയുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ ഈ എണ്ണ കാച്ചി അത് ഫൈനലി ഒഴിച്ചു വെക്കുന്ന ഒരു കുപ്പി ഉണ്ടാവുമല്ലോ, അല്ലെ ഒരു ബോട്ടിൽ. ഒരിക്കലും അത് നിങ്ങളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുത്ത് ചെറിയ വെയിലത്ത് ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് ബീക്കറോ ബോട്ടിലോ എടുക്കുന്നതായിരിക്കും ഉത്തമം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാച്ചി വെക്കുന്ന എണ്ണ കംപ്ലീറ്റ് ആയിട്ട് വിത്തിൻ 2 വീക്സിനുള്ളിൽ ചെറിയ സ്മെൽ ഡിഫറൻസ് വന്ന് അത് ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെ ഈ എടുക്കുന്ന ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കഴുകി തുടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ വെട്ടിവേര റൂട്ടാണ്, അതായത് രാമച്ചം. ഇത് അങ്ങാടിക്കടയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. രാമച്ചം വളരെ നല്ലതാണ് നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ ഹെയർ റൂട്ടിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നീട് വേണ്ടത് 5 ഇതൾ ചെമ്പരത്തിയാണ്. ഇത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ചെമ്പരത്തി പൂവ് അങ്ങാടിക്കടയിൽ ഉണങ്ങിയത് വാങ്ങാൻ കിട്ടും, അതായാലും മതി. ഇനി ഇതിലേക്ക് ഒരു 5 പേരയില എടുക്കുക, അതിൻ്റെ തളിരാണെങ്കിലും മതിയാവും. പിന്നെ തുളസി ഇല, അതും വളരെ കുറച്ച് മതി. ഞാനൊരു ഒരു കൈ പോലും തികച്ചെടുത്തിട്ടില്ല. ഒരു 5 തണ്ട് കറിവേപ്പില, 1 കുടം തെച്ചിപ്പൂവാണ്. ഇത് കാട്ട് തെറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതില്ല എങ്കിലും നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് പനിക്കൂർക്കയാണ്. പനിയൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പനിക്കൂർക്ക എന്ന് പറയും. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് തണുപ്പ് കിട്ടും. ഈ ഒരു സമയത്ത് നമ്മളെല്ലാം സഫർ ചെയ്യുന്ന ഒരു സംഭവം, ഒന്ന് വെയിലത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ തലയൊക്കെ ചുട്ടു പഴുത്ത് പോകുന്ന പോലെയാണ്. അതുപോലെ മുടിയൊക്കെ അങ്ങ് ഊരി പോകുന്നൊരു ഫീല് നമുക്കുണ്ടാവും. അപ്പോൾ ഫ്രിസ്നെസ് ഒക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും ഈ ഉലുവായും കരിഞ്ജീരകവും. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എണ്ണ കാച്ചുമ്പം ഉറപ്പായിട്ടും ചേർക്കണം. ഉലുവായും കരിഞ്ജീരകവും എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് നൽകും. അപ്പോൾ ആ സമയത്ത് ഉലുവ എടുക്കുന്നതിൻ്റെ അളവ് നിങ്ങൾ കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പച്ചമരുന്നിൻ്റെ അളവ് പ്രത്യേകം കുറയ്ക്കണം. ഇത് ഞാൻ പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതൊക്കെ പഠിച്ചത് എൻ്റെ അമ്മയുടെ അമ്മ അത്യാവശ്യം വൈദ്യമൊക്കെ പഠിച്ച, അല്ലെങ്കിൽ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന, ലേഹ്യവും മരുന്നും ഒക്കെ ഉണ്ടാക്കി ഈ നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ബാല്യകാലം അങ്ങനെ അവിടെ ആയതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് അത്യാവശ്യം നന്നായിട്ട് മരുന്നിനെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കണക്കിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഒരു കാര്യത്തിലും തെറ്റ് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കേട്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കി വേണം ഇതുണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമ്മൾ
ഒരു 1/2 കിലോ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ ഒരു മീഡിയം സൈസിൽ ഒരു കറ്റാർ വാഴ അതിൻ്റെ യെല്ലോ ലിക്വിഡ് റിമൂവ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങളൊരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, കരിഞ്ജീരകവും ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 to 5 ടേബിൾ സ്പൂണിലാണ്. അപ്പോൾ ഇത് നമ്മൾ കുതിർത്തൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഇട്ട് ഇതിങ്ങനെ എന്താ പറയുക, എണ്ണ കാച്ചിയെടുക്കേണ്ട സമയവും ലെങ്തി ആയിപ്പോവും. അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക, ഇന്ധനം നമ്മുടെ തീയൊക്കെ ഫ്ലെയിമൊക്കെ ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം തൊടാതെ ഇതെല്ലാം അരച്ചെടുക്കുക. എക്സ്ട്രാ ഇതിലൊരു വെള്ളം ഉണ്ടല്ലോ, അപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ മെനക്കേടാവും. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇട്ടിട്ടുള്ള പച്ചമരുന്നിലും നെല്ലിക്കയിലൊക്കെ അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ അരഞ്ഞു വരാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കുക. പിന്നെ ഇത് മിക്സിയുടെ ജാറിൽ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. മിക്സിയുടെ ജാറ് നന്നായിട്ട് തുടച്ചൊക്കെ എടുക്കണം. അതിലേക്ക് നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റ് വേണം ഈ കറ്റാർ വാഴ നമ്മുടെ അലോവേര ജെല്ല് ആഡ് ചെയ്യാനായിട്ട്. അതായത് ഞാൻ അതിൻ്റെ തൊലിയൊന്നും, അതായത് സ്കിന്ന് റിമൂവ് ചെയ്യാതെ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് അരഞ്ഞ് വരുന്ന സമയത്താണ് ഇതിട്ട് കൊടുക്കുന്ന കറ്റാർ വാഴ. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും, ഇതിങ്ങനെ അരഞ്ഞു വരുമോ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയല്ല, അരഞ്ഞു കിട്ടും. പക്ഷേ ഒരു സംഭവമുണ്ട്, നമ്മൾ ഒരു ഒന്നാമത്തെ സ്പീഡിൽ നിന്ന് രണ്ടാമത്തെ സ്പീഡിലോട്ട് ആക്കി, അതായത് 1 to 2 1 to 2 ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി വെട്ടിവേര റൂട്ട്, അതായത് രാമച്ചം, നിങ്ങൾ ഒരിക്കലും എണ്ണയിൽ ആദ്യമേ കൊണ്ട് ചേർക്കോ അതല്ലെങ്കിൽ അരച്ച് എടുക്കാനൊന്നും ശ്രദ്ധിക്കില്ല. അതിൻ്റെ ഫുള്ള് ഗുണവും പോകും. അപ്പോൾ ഈ രാമച്ചം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്കറിയാം. നമ്മൾ ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ തന്നെ ഹെയർ കെയർ ആയിക്കോട്ടെ, ഇനിയും ഉള്ളിൽ നിന്ന് കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു ഹെർബലായിട്ടുള്ളൊരു മെഡിസിൻ കൂടിയാണ് രാമച്ചം. ഈ രാമച്ചം യൂസ് ചെയ്യുന്നത് നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു മണം കിട്ടും. അത് കൂടാതെ തന്നെ നമ്മുടെ എണ്ണ ചീത്തയായി പോകത്തില്ല. പിന്നെ ബാക്കിയുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് ഈ പുള്ളിക്കാരനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പരിപാടി നോക്കിക്കോളും കേട്ടോ. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്, ഡാൻഡ്രഫ് ഉണ്ടാവത്തില്ല, നല്ല ഒരു റിസൾട്ടും കിട്ടും. പിന്നെ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എണ്ണ തലയിൽ തേച്ച് കുളിച്ച് എന്നും വാരി തേക്കേണ്ട ഒരാവശ്യവും ഇല്ല. എണ്ണ തേക്കുമ്പം ആഴ്ചയിലൊരു 2 വട്ടമൊക്കെ ഹെയർ ഓയിലിംഗ് ചെയ്ത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. മൈൽഡായിട്ടുള്ളൊരു ഷാമ്പൂ ഇട്ട് തല കഴുകി താളി യൂസ് ചെയ്യുക. കണ്ടീഷണർ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സമ്മർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടീഷണർ മാറ്റിയിട്ട് ഏതെങ്കിലും താളി ഉപയോഗിക്കുക. ഒത്തിരി കെമിക്കൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പം ഹെയർ ഒന്നും കൂടെ ഫ്രിസി ആവത്തേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒത്തിരി പച്ചമരുന്ന് ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയും എക്സ്ട്രാ ടെമ്പറേച്ചർ ഉള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മളെല്ലാം സർവൈവ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് തലയ്ക്ക് തണുപ്പ് കിട്ടാനും വലിയ തലവേദനയൊന്നും വരാതെ നമ്മുടെ ശിരോകോശങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അമല, അതായത് നെല്ലിക്ക. ഇത് ഉണക്ക നെല്ലിക്കയായിട്ട് നിങ്ങൾക്ക് താന്നിക്ക, നെല്ലിക്ക അങ്ങനെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കുതിർത്ത് വെച്ച് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കുറച്ച് ക്ഷമയുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മെനക്കെടാനൊന്നും പറ്റാത്ത ആൾക്കാർക്ക് എന്നാൽ നല്ല എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഗുണവും കിട്ടും. എന്താ പറയുക, നമ്മൾ അല്ലാതെ നെല്ലിക്ക വാങ്ങി യൂസ് ചെയ്താലും മതി. പിന്നെ എണ്ണ എടുക്കേണ്ട ഒരു പരുവം ഇതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം തന്നെ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട്, അതായത് തിളച്ച് വന്നതിന് ശേഷം കൊണ്ടുപോയി ഈ പച്ചമരുന്നൊന്നും ഇട്ട് കൊടുക്കല്ല. എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, പച്ചമരുന്ന് ഇട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ കാച്ചി എടുക്കാൻ. ഒരിക്കലും ഇടയ്ക്ക് കൊണ്ടുപോയി ഇതെല്ലാം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ എണ്ണ എടുക്കുന്നത് മണൽ പരുവം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇട്ടിട്ടുള്ള പച്ചമരുന്നൊക്കെ നന്നായിട്ട് മൂത്ത് എന്നാൽ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകുന്നൊരു മണമൊന്നും വരല്ലേ. എപ്പോഴും ഒരു ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ തവയിട്ട് ഇളക്കുന്ന സമയത്ത് ഒരു പിരിപിരാന്നൊരു സൗണ്ട് കേൾക്കും. അതല്ലെങ്കിൽ അതിലെ കുറച്ച് പച്ചമരുന്ന് ഇങ്ങനെ കോരിയെടുത്ത് ഒന്ന് ചൂട് മാറിയിട്ട് ഒന്ന് തണുത്ത് വരില്ലേ, ആ സമയത്ത് ഒന്ന് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഈ അരിയൊക്കെ വെന്തോന്ന് നോക്കില്ലേ, അതുപോലെ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒട്ടലൊക്കെ മാറിയിട്ട് ഒരു പിരിപിരാന്നുള്ളൊരു സൗണ്ടോ അതല്ലെങ്കിൽ ഒരു ഫീലോ ഒക്കെ നമുക്ക് കിട്ടും.
ആ സമയമാണ് കറക്റ്റ്. ഇത് ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് സത്തെടുത്തിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കളയാറില്ല. ഇത് ഞാൻ ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യും. ഇതൊരു 6-7 മാസമൊക്കെ കുഴപ്പമില്ലാതിരിക്കും കേട്ടോ. കർക്കിടക മാസത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹെൽത്ത് കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊരു ബോഡി സ്ക്രബൊക്കെ ആയിട്ട് യൂസ് ചെയ്താൽ ഭയങ്കര എഫക്റ്റീവാണ്. കാരണം ചെറിയൊരു എണ്ണമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ സ്കിന്നിനും ഭയങ്കര നല്ലതാണ്. ഒരു നാച്ചുറൽ ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഇട്ട ഒരു ഇല എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായി കാണും. അതാണ് കുടുക്കമുല്ല, അതല്ലെങ്കിൽ കുടുക്കമൂലി എന്നൊക്കെ പറയും. ഇതിലെ ഒരു 5 എണ്ണമേ ഇടാവൂ. അതിപ്പോൾ എത്ര കിലോ എണ്ണ കാച്ചിയാലും 5 എണ്ണമാണ് അതിൻ്റെ കണക്ക് പറയുന്നത്. ആ 5 എണ്ണം നമ്മൾ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് ഈ മൈഗ്രീൻ ഒക്കെ ഉണ്ടാകുന്ന പ്രോബ്ലം ഇല്ലേ, പിന്നെ തലയ്ക്ക് ഭയങ്കര ഭാരം തോന്നുക, ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ഫീല് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ എണ്ണ ചീത്തയായി പോയില്ല. കുറേ നാൾ നമുക്ക് 1 വർഷത്തിലധികമൊക്കെ എണ്ണ ഒരു കുഴപ്പമില്ലാതിരിക്കും. ഇതുപോലൊരു ഗ്ലാസ് ജാറിൽ ഞാൻ കുറച്ച് രാമച്ചത്തിൻ്റെ വേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഇട്ടിരുന്ന കുടുക്കമുല്ലയുടെ ഇലയും കൂടെ അതിലേക്ക് തന്നെ ആ ബോട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കുടുക്കമല്ലയുടെ 5 ഇല നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, ഇത് ആദ്യമേ നിങ്ങൾ യൂസ് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എണ്ണയൊക്കെ നമ്മൾ തിളച്ച് ഒന്ന് കാച്ചി ഒന്ന് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ആ ചെറിയ ചൂടിൽ കിടന്നിട്ട് വേണം ഈ കുടുക്കമുല്ലയുടെ ഇല അതിൽ ചെറിയ ചൂട് കൊള്ളുമ്പം ഈ ഇല മണ്ടയ്ക്കൂന്ന് കിടക്കുന്നത് ജസ്റ്റ് താന്ന് അടിയിൽ പോവും. അപ്പോൾ അതിൻ്റെ പരുവം ആയി എന്നാണ് അതിനർത്ഥം. ആ സമയം വരെ നമ്മൾ ആ എണ്ണ ഒന്ന് വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ മാറ്റി വെച്ചേക്കണം. ആ ഇല താന്ന് കഴിയുമ്പോൾ നമ്മുടെ എണ്ണ സെറ്റായി എന്നൊക്കെയാണ് കേട്ടോ അതിനർത്ഥം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ച് നന്നായിട്ട് മുറുക്കി അടച്ച്. ഈ ഒരു കാച്ചെണ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പച്ചമരുന്നുകൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കറിവേപ്പിലയും തുളസിയിലയൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മുറ്റത്തൊക്കെ നിൽക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈ പറഞ്ഞതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന എല്ലാം നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് അങ്ങാടി കടകളിൽ നിന്ന് 10-30 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും അളവിൽ നിങ്ങൾക്ക് മനസ്സിലാകുകയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സമയമില്ലേ, നമ്മുടെ ഈ ഒരു സമ്മർ സീസണിൽ ഇത് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്കിത് ഈ ഒരു കാച്ചെണ്ണയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 10 വയസ്സിന് മുകളിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഞാൻ ഇത്ര ഉറപ്പിൽ ഈ ഒരു വീഡിയോ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 100% റിസൾട്ട് കിട്ടി. എനിക്ക് അത്രമേൽ കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് ജെന്യുവിനായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഞാൻ പണ്ട് അതായത് മഴ ഒക്കെ പെയ്യുന്ന സമയത്ത് നമ്മുടെ പറമ്പിൽ അത്യാവശ്യം പച്ചമരുന്നുകളൊക്കെ കിട്ടും. ഈ കുടുക്കമുല്ല അങ്ങനെയൊക്കെയുള്ള പല ഐറ്റംസ് അല്ലാതെ തന്നെ നമുക്ക് എന്താ പറയുക, എന്നിട്ട് നമ്മൾ രാത്രിയിൽ അങ്ങനെ തേച്ച് മുടിയെല്ലാം കെട്ടി വെച്ച് കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുക. എന്നിട്ട് പുറത്ത് പോകുമ്പം ഒരിക്കലും തലയിൽ എണ്ണമയം ഉണ്ടാവാനേ പാടില്ല. നമ്മളൊരു ഹെയർ സിറമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാവോ. അത്രമേൽ ഫ്രിസി കണ്ടീഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും എക്സസ് ആയിട്ടുള്ള ഓയിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ ഞാൻ ഈ സമയത്ത് കണ്ടീഷണർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ താളികളാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനൽ റിസൾട്ട് എന്തായാലും കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്കൊരു പ്രധാന കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ എണ്ണ എടുക്കുന്ന സമയത്ത് കൈക്കുമ്പിളിൽ ഇങ്ങനെ എടുക്കുമോ, അതല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും കയ്യിൽ ഒഴിച്ചത് തിരിച്ച് റിട്ടേൺ ആ ഒരു ബോട്ടിലേക്ക് തന്നെ ഒഴിക്കരുത്. എണ്ണ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയാസൊക്കെ വന്നിട്ട് എണ്ണ കേടായി പോവും. അതൊന്ന് ശ്രദ്ധിക്കണേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.